പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. രൂപതാതല പരീക്ഷയ്ക്ക് ഇനി കൃത്യം 2 മാസമാണുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മനസ്സിരുത്തി നന്നായി പഠിച്ചാൽ സംസ്ഥാന പരീക്ഷയ്ക്ക് അർഹത നേടാവുന്നതേയുള്ളൂ. പരമാവധി വചനങ്ങൾ മനഃപ്പാഠമാക്കുക, മോക്ക് ടെസ്റ്റുകൾ എഴുതി സ്വയം വിലയിരുത്തുക. മറ്റൊരു കാര്യം കൂടി ഓർക്കുക, ഈ മാസം 31-ാം തീയതിയാണ് ലോഗോസ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷന്റെ അവസാന ദിവസം. കൃത്യസമയത്ത് തന്നെ രജിസ്ട്രേഷൻ നടത്താൻ ശ്രദ്ധിക്കുമല്ലോ. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഇക്കൊല്ലവും POC 400 ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അവയിൽ നിന്ന് രൂപതാതല പരീക്ഷയ്ക്ക് 78 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉറപ്പായും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവ നന്നായി പഠിക്കുക. ഇത് POC തയ്യാറാക്കി നൽകിയിട്ടുള്ള റൂത്ത്, സഭാപ്രസംഗകൻ എന്നിവയിൽ നിന്നുള്ള 4 ഓപ്ഷനോടുകൂടിയ മോക്ക് ടെസ്റ്റാണ്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരങ്ങൾ ഒരു ബുക്കിൽ രേഖപ്പെടുത്തുക. അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ. 1. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? A. രാജാക്കന്മാരുടെ, B. പ്രഭുക്കന്മാരുടെ, C. പ്രവാചകന്മാരുടെ, D. ന്യായാധിപന്മാരുടെ. ഉത്തരം D. ന്യായാധിപന്മാരുടെ. 2. ബത്ലഹേംകാരനായ എലിമേലെക്ക് ഏത് ദേശത്താണ് കുടിയേറി പാർത്തത്? A. മോവാബ്, B. മിസ്പ, C. ഈജിപ്റ്റ്, D. ജെറുസലേം. ഉത്തരം A. മോവാബ്. 3. മഹലോൻ, കിലിയോൻ എന്നിവരുടെ മാതാവാരായിരുന്നു? A. സലോമി, B. അന്ന, C. നവോമി, D. ലേയ. ഉത്തരം C. നവോമി. 4. എലിമേലെക്കിന്റെ വംശം ഏതായിരുന്നു? A. മോവാബിയർ, B. ഇസാക്കർ, C. എഫ്രാത്യർ, D. ഹെബ്രായർ. ഉത്തരം C. എഫ്രാത്യർ. 5. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് കേട്ടപ്പോൾ എവിടെ നിന്നാണ് നവോമി മരുമക്കളോടുകൂടെ പോകാനൊരുങ്ങിയത്? A. ജെറുസലേമിൽ നിന്ന്, B. മോവാബിൽ നിന്ന്, C. മിസ്പായിൽ നിന്ന്, D. ഷീലോയിൽ നിന്ന്. ഉത്തരം B. മോവാബിൽ നിന്ന്. 6. ആരാണ് നവോമിയെ ചുംബിച്ചു മടങ്ങിയത്? A. റൂത്ത്, B. ഓർഫ, C. സലോമി, D. റാഹേൽ. ഉത്തരം B. ഓർഫ. 7. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയത് ആരാണ്? A. നവോമി, B. സലോമി, C. റൂത്ത്, D. ഓർഫ. ഉത്തരം D. ഓർഫ. 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആരാണ്? A. നാട് മുഴുവൻ, B. ഗ്രാമം മുഴുവൻ, C. പട്ടണം മുഴുവൻ, D. നഗരം മുഴുവൻ. ഉത്തരം പട്ടണം മുഴുവൻ. 9. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. പൂരിപ്പിക്കുക. A. ദൗർഭാഗ്യ, B. മാറ, C. ശാപം, D. പാപി. ഉത്തരം B. മാറ. 10. നവോമി എന്ന വാക്കിന് അർത്ഥം എന്താണ്? A. സന്തുഷ്ട, B. സന്തോഷം, C. സംതൃപ്ത, D. സംഗീതം. ഉത്തരം A. സന്തുഷ്ട. 11. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ നവോമിയും റൂത്തും എവിടെയാണ് എത്തിയത്? A. ജെറുസലേമിൽ, B. മോവാബിൽ, C. ഷീലോയിൽ, D. ബത്ലഹേമിൽ. ഉത്തരം D. ബത്ലഹേമിൽ. 12. ആരുടെ കരം തനിക്കെതിരെ ഉയർന്നിരിക്കുന്നു എന്നാണ്
നവോമി പറഞ്ഞത്? എ ദൈവത്തിൻ്റെ കരം, ബി കർത്താവിൻ്റെ കരം, സി സർവശക്തന്റെ കരം, ഡി ഉന്നതന്റെ കരം. ഉത്തരം ബി കർത്താവിൻ്റെ കരം. 13. നവോമിയുടെ എവിടെയുണ്ടായിരുന്ന ധനികനായിരുന്നു ബോവാസ്? എ ബന്ധുഗൃഹത്തിൽ, ബി മാതൃഗൃഹത്തിൽ, സി പിതൃഗൃഹത്തിൽ, ഡി ഭർതൃഗൃഹത്തിൽ. ഉത്തരം ഡി ഭർതൃഗൃഹത്തിൽ. 14. ആരുടെ വയലിലാണ് റൂത്ത് കാല പെറുക്കാൻ എത്തിച്ചേർന്നത്? എ എലിമലെക്കിന്റെ, ബി ബോവാസിന്റെ, സി നവോമിയുടെ, ഡി കിലിയോന്റെ. ഉത്തരം ബി ബോവാസിന്റെ. 15. ആരെയാണ് ബോവാസ് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തത്? എ കൊയ്ത്തുകാരെ, ബി ദാസിമാരെ, സി ജോലിക്കാരെ, ഡി ഭൃത്യന്മാരെ. ഉത്തരം എ കൊയ്ത്തുകാരെ. 16. കർത്താവ് അങ്ങയെ എന്തു ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത്? എ അനുഗ്രഹിക്കട്ടെ, ബി ആശീർവദിക്കട്ടെ, സി കൃപ ചൊരിയട്ടെ, ഡി നടത്തട്ടെ. ഉത്തരം എ അനുഗ്രഹിക്കട്ടെ. 17. റൂത്ത് കാലാ പെറുക്കി മെതിച്ചപ്പോൾ എത്ര ബാർലി ഉണ്ടായിരുന്നു? എ 5 ഏഫ, ബി 4 ഏഫ, സി 3 ഏഫ, ഡി 1 ഏഫ. ഉത്തരം ഡി 1 ഏഫ. 18. 1 ഏഫ എത്രയാണ്? എ 10 ലിറ്റർ, ബി 15 ലിറ്റർ, സി 22 ലിറ്റർ, ഡി 25 ലിറ്റർ. ഉത്തരം സി 22 ലിറ്റർ. 19. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ബോവാസിന്റെ ആരോട് ചേർന്ന് നിന്നാണ് കാലാ പെറുക്കിയത്? എ ദാസിമാരോട്, ബി ജോലിക്കാരോട്, സി പരിചാരകരോട്, ഡി ഭൃത്യരോട്. ഉത്തരം എ ദാസിമാരോട്. 20. ആരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോടാണ് ആരാണ് ഈ യുവതിയെന്ന് ബോവാസ് ചോദിച്ചത്? എ ജോലിക്കാരുടെ, ബി ദാസിമാരുടെ, സി കൊയ്ത്തുകാരുടെ, ഡി പരിചാരകരുടെ. ഉത്തരം സി കൊയ്ത്തുകാരുടെ. 21. നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബ് സ്ത്രീയാണിവൾ എന്ന് ബോവാസിനോട് പറഞ്ഞതാരാണ്? എ ഭൃത്യൻ, ബി ദാസി, സി കൊയ്ത്തുകാർ, ഡി ജോലിക്കാർ. ഉത്തരം എ ഭൃത്യൻ. 22. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? എ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ബി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, സി കൈകൾ കൂപ്പി നമസ്കരിച്ചുകൊണ്ട്, ഡി കൈകൾ കൂപ്പിക്കൊണ്ട്. ഉത്തരം എ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. 23. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് അപ്പം എന്തിൽ മുക്കി കഴിക്കാനാണ് പറഞ്ഞത്? എ വെള്ളത്തിൽ, ബി പാലിൽ, സി തേനിൽ, ഡി വീഞ്ഞിൽ. ഉത്തരം ഡി വീഞ്ഞിൽ. 24. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? എ അമ്മായിയമ്മയെ, ബി ദാസിമാരെ, സി ബോവാസിനെ, ഡി ഭൃത്യന്മാരെ. ഉത്തരം എ അമ്മായിയമ്മയെ. 25. മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ഇത് ആരോട് പറഞ്ഞതാണ്? എ നവോമി റൂത്തിനോട്, ബി നവോമി ഓർഫായോട്, സി നവോമി മരുമകളോട്, ഡി നവോമി മകളോട്.
ഉത്തരം എ നവോമി റൂത്തിനോട്. 26 ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? എ ധാന്യക്കൂമ്പാരത്തിൻ്റെ മുകളിൽ, ബി ധാന്യക്കൂമ്പാരത്തിൻ്റെ സമീപം, സി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ, ഡി കളപ്പുരയുടെ അരികിൽ. ഉത്തരം സി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. 27 ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിൻ്റെ തലയിൽ വച്ചു കൊടുത്തത്? എ 2 അളവ്, ബി 3 അളവ്, സി 4 അളവ്, ഡി 6 അളവ്. ഉത്തരം ഡി 6 അളവ്. 28 കാര്യങ്ങൾ എങ്ങനെ ആകും എന്ന് കാത്തിരുന്ന് കാണാം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? എ റൂത്ത്, ബി നവോമി, സി ബോവാസ്, ഡി ഭൃത്യൻ. ഉത്തരം ബി നവോമി. 29 റൂത്ത് കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് എവിടെയാണ് ചെന്നത്? എ മെതിക്കളത്തിലേക്ക്, ബി കളപ്പുരയിലേക്ക്, സി വയലിലേക്ക്, ഡി ധാന്യപ്പുരയിലേക്ക്. ഉത്തരം എ മെതിക്കളത്തിലേക്ക്. 30 അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടി ഉണർന്നപ്പോൾ കാൽക്കൽ ആര് കിടക്കുന്നതാണ് കണ്ടത്? എ ഒരു പരിചാരിക, ബി ഒരു യുവതി, സി ഒരു സ്ത്രീ, ഡി ഒരു ഭൃത്യ. ഉത്തരം ഒരു സ്ത്രീ. 31 നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്, പൂരിപ്പിക്കുക. എ സ്നേഹം, ബി ഔദാര്യം, സി കരുണ, ഡി സൗഹൃദം. ഉത്തരം ബി ഔദാര്യം. 32 ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കില്ലാത്തത്? എ നവോമി, ബി റൂത്ത്, സി ഓർഫ, ഡി ബോവാസ്. ഉത്തരം ഡി ബോവാസ്. 33 വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം അനുസരിച്ച് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ എന്തൂരിയാണ് മറ്റയാളെ ഏൽപ്പിക്കുന്നത്? എ ചെരുപ്പ്, ബി ഉടുപ്പ്, സി വാച്ച്, ഡി വസ്ത്രം. ഉത്തരം എ ചെരുപ്പ്. 34 ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാമാണ്? എ സാറ ഹാഗാർ, ബി റാഹേൽ ലേയ, സി ലേയ സിൽഫ, ഡി റാഹേൽ ബിൽഹ. ഉത്തരം ബി റാഹേൽ ലേയ. 35 ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറഞ്ഞത്? എ ഷീലോയിൽ, ബി എഫ്രാത്തയിൽ, സി ജെറുസലേമിൽ, ഡി മിസ്പായിൽ. ഉത്തരം ബി എഫ്രാത്തയിൽ. 36 ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറഞ്ഞത്? എ ഷീലോയിൽ, ബി എഫ്രാത്തയിൽ, സി ജെറുസലേമിൽ, ഡി ബത്ലഹേമിൽ. ഉത്തരം ഡി ബത്ലഹേമിൽ. 37 റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആരാണ്? എ അയൽക്കാരായ ആളുകൾ, ബി അയൽക്കാരായ സ്ത്രീകൾ, സി അയൽക്കാരായ ബന്ധുക്കൾ, ഡി അയൽക്കാരായ സ്നേഹിതർ. ഉത്തരം ബി അയൽക്കാരായ സ്ത്രീകൾ. 38 ഹെബ്രോന്റെ പിതാവ് ആരാണ്? എ പേരസ്, ബി രാം, സി നഗഷോൻ, ഡി അമിനാദാബ്. ഉത്തരം എ പേരസ്. 39 വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ഇത് ആരോട് പറഞ്ഞതാണ്? എ ശ്രേഷ്ഠന്മാർ ബോവാസിനോട്,
ബി പ്രമാണിമാർ ബോവാസിനോട്, സി ബന്ധു ബോവാസിനോട്, ഡി അയൽക്കാർ ബോവാസിനോട്. ഉത്തരം സി ബന്ധു ബോവാസിനോട്. 10. നഗരത്തിൽ നിന്ന് ബോവാസ് എത്ര ശ്രേഷ്ഠന്മാരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? എ 10 പേരെ, ബി 7 പേരെ, സി 5 പേരെ, ഡി 3 പേരെ. ഉത്തരം എ 10 പേരെ. 41. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ശ്രേഷ്ഠന്മാരും പിന്നെ ആരാണ് സാക്ഷികൾ? എ ദേവാലയ കവാടത്തിൽ നിന്നിരുന്നവർ, ബി ഗ്രാമ കവാടത്തിൽ നിന്നിരുന്നവർ, സി നഗര കവാടത്തിൽ നിന്നിരുന്നവർ, ഡി പട്ടണത്തിൽ നിന്നുള്ള 10 പേർ. ഉത്തരം സി നഗര കവാടത്തിൽ നിന്നിരുന്നവർ. 42. നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ കർത്താവ് ആക്കട്ടെ എന്ന് ആരാണ് പറഞ്ഞത്? എ ശ്രേഷ്ഠന്മാർ, ബി പുരോഹിതന്മാർ, സി പ്രമാണിമാർ, ഡി സാക്ഷികൾ. ഉത്തരം ഡി സാക്ഷികൾ. 43. എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? എ ആകാശം, ബി ഭൂമി, സി മേഘം, ഡി കടൽ. ഉത്തരം ബി ഭൂമി. 44. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പൂരിപ്പിക്കുക. എ തലമുറകൾ, ബി മനുഷ്യൻ, സി ജനതകൾ, ഡി ജീവജാലങ്ങൾ. ഉത്തരം എ തലമുറകൾ. 45. ദൈവം വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ എന്താണ് ഏൽപ്പിച്ചത്? എ പ്രവൃത്തികൾ, ബി നന്മകൾ, സി വേലകൾ, ഡി ജോലികൾ. ഉത്തരം ഡി ജോലികൾ. 46. എന്തിന് കീഴേ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും മിഥ്യയും പാഴ്വേലയും എന്നാണ് സഭാപ്രസംഗകൻ പറഞ്ഞത്? എ ആകാശത്തിന്, ബി മേഘത്തിന്, സി നക്ഷത്രങ്ങൾക്ക്, ഡി സൂര്യന്. ഉത്തരം ഡി സൂര്യന്. 47. സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? എ നക്ഷത്രങ്ങളെ എണ്ണുക, ബി ഇരുട്ടിൽ നടക്കുക, സി ഇല്ലാത്തത് എണ്ണുക, ഡി കാണാത്തത് പറയുക. ഉത്തരം സി ഇല്ലാത്തത് എണ്ണുക. 48. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്താണ്? എ ജ്ഞാനം, ബി വ്യസനം, സി ദുഃഖം, ഡി കഷ്ടം. ഉത്തരം ബി വ്യസനം. 49. ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനും ആരാണ്? എ സഭാപ്രസംഗകൻ, ബി പേരസ്, സി സാമുവൽ, ഡി സാവൂൾ. ഉത്തരം എ സഭാപ്രസംഗകൻ. 50. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ദുഃഖം, ബി വ്യസനം, സി കഷ്ടം, ഡി ക്ലേശഭൂയിഷ്ടം. ഉത്തരം ഡി ക്ലേശഭൂയിഷ്ടം. 51. ആർക്കും കഴിയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? എ ഒടിഞ്ഞത് നേരെയാക്കാൻ, ബി വളഞ്ഞത് നേരെയാക്കാൻ, സി പൊട്ടിയത് ഒട്ടിക്കാൻ, ഡി കീറിയത് നേരെയാക്കാൻ. ഉത്തരം ബി വളഞ്ഞത് നേരെയാക്കാൻ. 52. ജെറുസലേമിൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ അധികം സഭാപ്രസംഗകൻ സമ്പാദിച്ചത് എന്താണ്? എ സ്വർണം, ബി ഭൂമി, സി ജ്ഞാനം, ഡി ധനം. ഉത്തരം സി ജ്ഞാനം. 53. ദുഃഖം ഏറുന്നത് എപ്പോഴാണ്? എ ജ്ഞാനമേറുമ്പോൾ,
ബി ധനമേറുമ്പോൾ, സി അറിവ് വർദ്ധിക്കുമ്പോൾ, ഡി സമ്പത്തേറുമ്പോൾ. ഉത്തരം എ ജ്ഞാനമേറുമ്പോൾ. 54. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. എ സന്തോഷം, ബി ആർഭാടങ്ങൾ, സി സുഖഭോഗങ്ങൾ, ഡി ആഘോഷങ്ങൾ. ഉത്തരം സി സുഖഭോഗങ്ങൾ. 55. സഭാപ്രസംഗകൻ എന്തിനെയെല്ലാമാണ് വിവേചിച്ചറിയാൻ തുടങ്ങിയത്? എ ജ്ഞാനവും ശക്തിയും വിവേകവും, ബി ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും, സി വിവേകവും ആനന്ദവും ശക്തിയും, ഡി ആനന്ദവും സന്തോഷവും ജ്ഞാനവും. ഉത്തരം ബി ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. 56. ഭോഷത്വത്തെ അതിശയിപ്പിക്കുന്നത് എന്താണ്? എ വിവേകം, ബി സ്മൃതി, സി സമ്പത്ത്, ഡി ജ്ഞാനം. ഉത്തരം ഡി ജ്ഞാനം. 57. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്താണ്? എ ശാശ്വത സമാധാനം, ബി ശാശ്വത സ്മരണ, സി ശാശ്വത സമൃദ്ധി, ഡി ശാശ്വത വളർച്ച. ഉത്തരം ബി ശാശ്വത സ്മരണ. 58. ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്താണ്? എ ധനം, ബി ജ്ഞാനം, സി അധ്വാനം, ഡി ജോലി. ഉത്തരം സി അധ്വാനം. 59. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? എ തന്നെ പ്രസാദിപ്പിക്കുന്നവന്, ബി തന്നെ ആരാധിക്കുന്നവന്, സി തന്നെ സന്തോഷിപ്പിക്കുന്നവന്, ഡി തന്നെ ശുശ്രൂഷിക്കുന്നവന്. ഉത്തരം എ തന്നെ പ്രസാദിപ്പിക്കുന്നവന്. 60. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ലഭിക്കുന്നത് ആർക്കാണ്? എ ധനവാന്, ബി അധ്വാനിക്ക്, സി ഭോഷന്, ഡി പാപിക്ക്. ഉത്തരം ഡി പാപിക്ക്. 61. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? എ ബുദ്ധിമാന്, ബി ജ്ഞാനിക്ക്, സി ശ്രേഷ്ഠന്മാർക്ക്, ഡി അധ്വാനിക്ക്. ഉത്തരം ബി ജ്ഞാനിക്ക്. 62. ഇരുട്ടിൽ നടക്കുന്നത് ആരാണ്? എ ഭോഷൻ, ബി പാപി, സി വിഡ്ഢി, ഡി ധനവാൻ. ഉത്തരം എ ഭോഷൻ. 63. ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? എ മനുഷ്യരിൽ നിന്ന്, ബി സമൂഹത്തിൽ നിന്ന്, സി കർത്താവിൽ നിന്ന്, ഡി ദൈവത്തിൽ നിന്ന്. ഉത്തരം ഡി ദൈവത്തിൽ നിന്ന്. 64. കാലത്തിൻ്റെ സമഗ്രതയെ കുറിച്ചുള്ള എന്താണ് മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത്? എ അറിവ്, ബി ബോധം, സി ജ്ഞാനം, ഡി ജീവൻ. ഉത്തരം ബി ബോധം. 65. മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്താണ്? എ ദൈവത്തിൻ്റെ നിയമങ്ങൾ, ബി ദൈവത്തിൻ്റെ മഹത്വം, സി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഡി ദൈവത്തിൻ്റെ വചനം. ഉത്തരം സി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. 66. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എന്താണെന്നാണ് സഭാപ്രസംഗകൻ അറിയുന്നത്? എ ശാശ്വതമാണെന്ന്, ബി മഹത്വമുള്ളതാണെന്ന്, സി പരിശുദ്ധമാണെന്ന്, ഡി വിശുദ്ധമാണെന്ന്. ഉത്തരം എ ശാശ്വതമാണെന്ന്. 67. കടന്നുപോയ ഓരോന്നിനെയും ആരാണ് യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? എ കർത്താവ്, ബി പിതാവ്, സി സർവശക്തൻ, ഡി ദൈവം.
ഉത്തരം ഡി ദൈവം. 68. സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ എവിടെയാണ് തിന്മ കുടികൊള്ളുന്നതായി സഭാപ്രസംഗകൻ കണ്ടത്? എ കൊട്ടാരത്തിൽ, ബി ന്യായപീഠത്തിൽ, സി നീതിപീഠത്തിൽ, ഡി ന്യായാസനത്തിൽ. ഉത്തരം ബി ന്യായപീഠത്തിൽ. 69. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? എ നീതിമാനെയും ദുഷ്ടനെയും, ബി പാപിയെയും നല്ലവനെയും, സി ശുദ്ധനെയും അശുദ്ധനെയും, ഡി സമ്പന്നനെയും ദരിദ്രനെയും. ഉത്തരം എ നീതിമാനെയും ദുഷ്ടനെയും. 70. ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കുറിച്ചാണ്? എ മനുഷ്യരെയും മൃഗങ്ങളെയും കുറിച്ച്, ബി ജീവികളെയും പക്ഷികളെയും കുറിച്ച്, സി പാപികളെയും ദുഷ്ടരെയും കുറിച്ച്, ഡി മനുഷ്യമക്കളെയും മൃഗങ്ങളെയും കുറിച്ച്. ഉത്തരം ഡി മനുഷ്യമക്കളെയും മൃഗങ്ങളെയും കുറിച്ച്. 71. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. എ കലഹിക്കാൻ, ബി വിലപിക്കാൻ, സി ദുഃഖിക്കാൻ, ഡി വേദനിക്കാൻ. ഉത്തരം ബി വിലപിക്കാൻ. 72. മനുഷ്യമക്കൾ വെറും ആരാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്നാണ് സഭാപ്രസംഗകൻ കരുതിയത്? എ പാപികൾ, ബി ജീവികൾ, സി മൃഗങ്ങൾ, ഡി സൃഷ്ടികൾ. ഉത്തരം സി മൃഗങ്ങൾ. 73. ആർക്കാണ് മൃഗത്തേക്കാൾ യാതൊരു മേന്മയും ഇല്ലാത്തത്? എ ജീവികൾക്ക്, ബി സൃഷ്ടികൾക്ക്, സി മനുഷ്യമക്കൾക്ക്, ഡി മനുഷ്യന്. ഉത്തരം ഡി മനുഷ്യന്. 74. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ ലേഷ് ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. എ പരസ്പര മത്സരത്തിൻ്റെ, ബി പരസ്പര വൈരത്തിൻ്റെ, സി പരസ്പര സ്പർദ്ധയുടെ, ഡി പരസ്പര വെറുപ്പിൻ്റെ. ഉത്തരം സി പരസ്പര സ്പർദ്ധയുടെ. 75. ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? എ അലസൻ, ബി പാപി, സി വിഡ്ഢി, ഡി ഭോഷൻ. ഉത്തരം ഡി ഭോഷൻ. 76. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമമായിട്ടുള്ളത് എന്താണ്? എ ഒരു പിടി സ്വസ്ഥത, ബി ഒരു കൈ സഹായം, സി ഒരു പിടി സ്നേഹം, ഡി ഒരു ചെറു പുഞ്ചിരി. ഉത്തരം എ ഒരു പിടി സ്വസ്ഥത. 77. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്താണ്? എ ജോലിക്ക്, ബി പരിശ്രമത്തിന്, സി അധ്വാനത്തിന്, ഡി ആഗ്രഹത്തിന്. ഉത്തരം സി അധ്വാനത്തിന്. 78. ഡാഷ് എത്രയായാലും അവന് മതി വരുന്നില്ല. പൂരിപ്പിക്കുക. എ ആഗ്രഹം, ബി സമ്പത്ത്, സി സന്തോഷം, ഡി ധനം. ഉത്തരം ഡി ധനം. 79. വേഗം പൊട്ടുകയില്ലാത്തത് എന്താണ്? എ മുപ്പിരിച്ചരട്, ബി ചണച്ചരട്, സി ചണക്കയർ, ഡി കയർ. ഉത്തരം എ മുപ്പിരിച്ചരട്. 80. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ ആരേക്കാൾ ഭേദമായത് നിർധനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ്? എ പ്രഭുവിനേക്കാൾ, ബി രാജാവിനേക്കാൾ, സി ഗുരുവിനേക്കാൾ, ഡി ഭരണാധികാരികളേക്കാൾ. ഉത്തരം ബി രാജാവിനേക്കാൾ. 81. സൂര്യന് കീഴെ
സഭാപ്രസംഗകൻ എന്ത് കണ്ടു എന്നാണ് പറയുന്നത്? എ മിഥ്യ, ബി സത്യം, സി സന്തോഷം, ഡി സമൃദ്ധി. ഉത്തരം എ മിഥ്യ. 82. ഒരുവന് എവിടെ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ കാരാഗൃഹത്തിൽ നിന്ന്, ബി തടവറയിൽ നിന്ന്, സി കുടിലിൽ നിന്ന്, ഡി ദാരിദ്ര്യത്തിൽ നിന്ന്. ഉത്തരം എ കാരാഗൃഹത്തിൽ നിന്ന്. 83. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? എ സിനഗോഗിൽ, ബി പ്രാർത്ഥിക്കാൻ, സി അധ്വാനിക്കാൻ, ഡി ദേവാലയത്തിൽ. ഉത്തരം ഡി ദേവാലയത്തിൽ. 84. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തത് ആരാണ്? എ വിഡ്ഢികൾ, ബി ഭോഷന്മാർ, സി ധനികർ, ഡി പാപികൾ. ഉത്തരം ബി ഭോഷന്മാർ. 85. വാക്കുകളേറുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? എ മൂഢജൽപ്പനം, ബി വ്യർത്ഥസ്വപ്നം, സി വ്യർത്ഥജൽപ്പനം, ഡി വ്യർത്ഥചിന്ത. ഉത്തരം എ മൂഢജൽപ്പനം. 86. ദൈവത്തിന് പ്രീതിയില്ലാത്തത് ആരിലാണ്? എ ഭോഷരിൽ, ബി അലസരിൽ, സി പാപികളിൽ, ഡി മൂഢരിൽ. ഉത്തരം ഡി മൂഢരിൽ. 87. സ്വപ്നങ്ങളേറുമ്പോൾ എന്താണ് വർദ്ധിക്കുന്നത്? എ നല്ല വാക്കുകൾ, ബി പൊള്ള വാക്കുകൾ, സി വ്യർത്ഥവചനങ്ങൾ, ഡി പകൽ സ്വപ്നങ്ങൾ. ഉത്തരം ബി പൊള്ള വാക്കുകൾ. 88. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? എ പ്രാർത്ഥിക്കുന്നവന്, ബി സമ്പാദിക്കുന്നവന്, സി അധ്വാനിക്കുന്നവന്, ഡി ജോലി ചെയ്യുന്നവന്. ഉത്തരം സി അധ്വാനിക്കുന്നവന്. 89. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നത് ആരാണ്? എ അമിത അധ്വാനം, ബി അമിത സമ്പാദ്യം, സി അത്യാഗ്രഹം, ഡി ധനഭോഗം. ഉത്തരം ബി അമിത സമ്പാദ്യം. 90. ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? എ പാപി, ബി ദുഷ്ടൻ, സി അലസൻ, ഡി ധനികൻ. ഉത്തരം ഡി ധനികൻ. 91. തെറ്റ് പറ്റിയെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? എ ദൂതനോട്, ബി ഭൃത്യനോട്, സി പരിചാരകനോട്, ഡി ദാസനോട്. ഉത്തരം എ ദൂതനോട്. 92. ആകുലതയേറുമ്പോൾ എന്താണ് കൂടുന്നത്? എ ദുഃഖങ്ങൾ, ബി വേദനകൾ, സി ദുസ്വപ്നങ്ങൾ, ഡി വ്യർത്ഥസ്വപ്നങ്ങൾ. ഉത്തരം സി ദുസ്വപ്നങ്ങൾ. 93. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്തൊക്കെയാണ്? എ സമ്പത്ത്, ഐശ്വര്യം, കീർത്തി, ബി സത്യം, സ്നേഹം, സന്തോഷം, സി സമൃദ്ധി, ധനം, ഐശ്വര്യം, ഡി ആരോഗ്യം, ശക്തി, ധനം. ഉത്തരം എ സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. 94. മനുഷ്യൻ്റെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? എ സമൃദ്ധി ഉണ്ടാകാൻ, ബി ധനസമ്പാദനത്തിന്, സി ദാരിദ്ര്യമകറ്റാൻ, ഡി ഉദരപൂരണത്തിന്. ഉത്തരം ഡി ഉദരപൂരണത്തിന്. 95. എന്തിൽ അലയുന്നതിനേക്കാൾ നല്ലത് കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് നല്ലത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ സന്തോഷങ്ങളിൽ, ബി സങ്കടങ്ങളിൽ, സി സങ്കല്പങ്ങളിൽ, ഡി സ്വപ്നങ്ങളിൽ,
ഉത്തരം സി സങ്കല്പങ്ങളിൽ. 96 വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണ്? എ കീർത്തിയുടെ, ബി മിഥ്യയുടെ, സി നിത്യതയുടെ, ഡി തിന്മയുടെ. ഉത്തരം ബി മിഥ്യയുടെ. 97 സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർഭഗമായൊരു എന്ത് താൻ കണ്ടിരിക്കുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ തിന്മ, ബി പാപം, സി കുറ്റം, ഡി തെറ്റ്. ഉത്തരം എ തിന്മ. 98 ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം. ഇതിൻ്റെ അധ്യായവും വാക്യവും ഏതാണ്? എ സഭാപ്രസംഗകൻ 3:2, ബി സഭാപ്രസംഗകൻ 3:3, സി സഭാപ്രസംഗകൻ 3:4, ഡി സഭാപ്രസംഗകൻ 3:5. ഉത്തരം എ സഭാപ്രസംഗകൻ 3:2. 99 കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. എ അച്ചടക്കം പാലിക്കാൻ, ബി മൗനം പാലിക്കാൻ, സി കൃത്യത പാലിക്കാൻ, ഡി സ്നേഹിക്കാൻ. ഉത്തരം ബി മൗനം പാലിക്കാൻ. 100 ഭൂമിയുടെ എന്ത് എല്ലാവർക്കും ഉള്ളതെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ സമൃദ്ധി, ബി സമ്പത്ത്, സി ഫലം, ഡി വിളവ്. ഉത്തരം ഡി വിളവ്.